ഹായ് ഡിഫറൻസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മളെ ക്യാറ്റിന്റെ മോക്ക് എക്സാമിൻ്റെത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 30-31 ദിവസങ്ങളിലാണ്. ജനുവരി 31, 30. ഓക്കെ, അതായത് ജനുവരി 30 10 മണി മുതൽ ജനുവരി 30 10 മണി മുതൽ ജനുവരി 31 12 മണി രാവിലെ 12 മണി വരെ എന്ത് ചെയ്യും, ഈ ലിങ്ക് ഓപ്പൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. See that. Okay. See, you can see this. I think so. Okay. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ്. ദെൻ അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊള്ളൂ. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ജനുവരി 30 to 31. ഓക്കെ, അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 25 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു മോക്ക് എക്സാം എന്നുള്ളത് മാത്രമാണ്. ദാറ്റ് മീൻസ് ജസ്റ്റ് നിങ്ങൾ ഈ പറയുന്ന ഒരു സിസ്റ്റത്തിനെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഇതുപോലെല്ലാം എക്സാം നടക്കുന്നത് നമുക്കറിയാം. മൊത്തം 200 മാർക്കിന്റെ എക്സാം ആണ്. പേപ്പർ 1ഉം പേപ്പർ 2ഉം വരുന്നത്. പേപ്പർ 1 100 മാർക്കിനും പേപ്പർ 2 100 മാർക്കിനുമാണ് വരിക. ഓക്കെ, പേപ്പർ 1 50 അല്ല 60 50 2 സെക്ഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് രാവിലെ 10 മണി മുതൽ 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 4 മണി വരെയാണ് എക്സാം നടക്കുക. പക്ഷേ ഇവിടെ മോഡൽ എക്സാം അങ്ങനെയല്ല, 25 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ചിലപ്പം ഈ പറയുന്ന 30 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്നത് കൂടി ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ, വളരെ കുറഞ്ഞ സമയം മതിയായിരിക്കും. ദെൻ ഓക്കെ അല്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ ഓക്കെ, ദെൻ പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, യു ക്യാൻ മേക്ക് ടേക്ക് ദ മോക്ക് ടെസ്റ്റ് ഫോർ വൺ ടൈം ഓൺലി. ഒറ്റ പ്രാവശ്യം മോക്ക് ടെസ്റ്റ് നടത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണ് പറയുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സാം നടത്തുന്ന സമയം എന്ന് പറയുന്നത് നോക്കുക, 30-ാം തീയതി ജനുവരി 30, 31 ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ 10 മണി മുതൽ, ചുരുക്കി പറഞ്ഞാൽ ജനുവരി 30 മുതൽ 10 മണി മുതൽ നിങ്ങൾക്ക് ഏത് വരെ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ടിൽ 11:59 PM അല്ലേ, PM വരെ. അതായത് അന്ന് രാത്രി 12 മണി വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് 31-ാം തീയതി എന്ന് മുതൽ ഏതുവരെ, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 31-ാം തീയതി രാവിലെ 12 മണി വരെ, 12 മണി ഇല്ല 11:51 വരെ നിങ്ങൾക്ക് ഈ സംഭവം അവൈലബിൾ ആകത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ ഡേറ്റാസ് അല്ലെങ്കിൽ ഈ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. അപ്പൊ അതുവരെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ആണ് പറഞ്ഞത് ആണ്. സോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ദെൻ നോ ബ്രേക്സ് ആർ അവൈലബിൾ ഡ്യൂറിംഗ് ദ എക്സാംസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതിന് മുമ്പ് നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സിസ്റ്റം ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ഏറെക്കുറെ ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് ചെക്ക് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഓക്കെ, നിങ്ങൾ ബൈ ചാൻസ് ദിസ് ഇസ് ആൻ ഇന്റർനെറ്റ് ബേസ്ഡ് അസസ്മെന്റ്. സോ പ്ലീസ് എൻഷുർ ദാറ്റ് യു ഹാവ് സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷൻ. ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ലാപ്ടോപ്പ് അല്ലെങ്കിൽ പിന്നെ മൊബൈൽ ഫോൺ യൂസ് 4G സ്റ്റേബിൾ. മൊബൈൽ ഫോണിന്റെ എന്താ പറയുക, ഇന്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ 4G വേണം. പിന്നെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. ഫ്രണ്ട് ക്യാമറ അതുപോലെ മൈക്രോഫോൺ ഒക്കെ വർക്കിംഗ് ആയിരിക്കണം. പിന്നെ ലാൻഡ്സ്കേപ്പ് മോഡ് അങ്ങനെ നോക്കണ്ട, ലാൻഡ്സ്കേപ്പ് മോഡിലാണ് നോക്കേണ്ടത്. Then soft copy is very important. Another one, soft copy of your ICMA ID card. ID card വേണമെന്നില്ല. ID card ഇല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചാലും മതി. ഏതെങ്കിലും ഗവൺമെന്റ് ഇൻക്ലൂഡിംഗ് ആധാർ കാർഡോ അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡോ ലൈസൻസോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് എന്ത് ചെയ്യുക, അതിലൊരു സോഫ്റ്റ് കോപ്പി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, മൊബൈൽ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മീൻസ് അതും നമ്മളെ ഫോണിൽ എന്ത് ചെയ്യുക, സോഫ്റ്റ് കോപ്പി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോഫ്റ്റ് കോപ്പി എടുത്ത് വെക്കുക. അതിന് മുന്നേ തന്നെ, എക്സാമിന് മുമ്പ് തന്നെ, അത് മോക്ക് എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ അതൊന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അതിന് നമ്മുടെ അടുത്ത് സോഫ്റ്റ് കോപ്പി ഉണ്ടാവണം എന്നർത്ഥം. ഓക്കെ, ദെൻ ഗൂഗിൾ ക്രോം മുന്നേ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്ഡേറ്റഡ് വേർഷൻ ആണ് വേണ്ടത്. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഇതിലാണെന്നുണ്ടെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ മറക്കരുത്. അപ്ഡേഷൻസ് കൊടുത്ത് അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ, ഇൻസ്ട്രക്ഷൻസ് ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒരു ലിങ്ക് കൂടി തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഓക്കെ, അസസ്മെന്റ് ലിങ്ക്, ഇതാണ് എക്സാം എഴുതാനുള്ള ലിങ്കിനകത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു മെയിലും കൂടി വരും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഈ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ അസസ്മെന്റ് കോഡും ഉള്ള ഒരു മെയിലും കൂടി നിങ്ങളെ പേഴ്സണൽ മെയിലിലേക്ക് വരാനുണ്ട്. ഓക്കെ അല്ലേ, അപ്പൊ അത് വെയിറ്റ് ചെയ്യുക, അത് വരുന്നുണ്ടാവും. ഇനി ആർക്കെങ്കിലും മെയിലൊക്കെ വരാത്തതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാറ്റ് എക്സാം ഡോട്ട് എന്താ പറയാ ICMAI എന്ന് പറയുന്ന മെയിലിലേക്ക് എന്ത് ചെയ്യണം, ഒരു മെയിൽ ചെയ്യണം. നിങ്ങളുടെ ഇമെയിൽ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് മെയിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ സ്ക്രീൻ ഷെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്തല്ല പോസിബിൾ അല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളോ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്തോ, ഈ ടെക്നിക്കൽ
അവർക്ക് ഇമെയിൽ ചെയ്തോളൂ. മെയിൽ ചെയ്താൽ അല്ലെങ്കിൽ ഈ സമയത്ത് വിളിക്കാനും മറ്റും വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ കണ്ടീഷൻ ഇതാണ്, 9 മണി മുതൽ 7 മണി വരെ ആയിരിക്കും അത് അവൈലബിൾ ആവുക എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ അസസ്മെന്റ് ടെസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ, ഇതാണ് ലിങ്ക്. ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. യെസ്, ഇതുപോലെ വരും യൂസർ ഐ ഡി, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാകും. ഇത് നമുക്ക് മെയിൽ വരുന്നുണ്ടാവും ഇനി. അപ്പോൾ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റില്ല. താങ്ക് യു.